ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഉറി സെക്ടറിന്റെ അടുത്ത് രണ്ട് പാക് തീവ്രവാദികൾ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിരുന്നു. ആ ശ്രമം ഇപ്പോൾ ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയെന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ജിദ്ദയിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയത്. ആ സമയത്ത് പാകിസ്ഥാന്റെ എയർ സ്പേസിൽ കടക്കാതെയാണ് അദ്ദേഹത്തിന്റെ വിമാനം വന്നത്, തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിയതെന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീനഗറിൽ ഇപ്പോൾ വലിയ തിരക്കാണ്. ശ്രീനഗറിൽ വിമാനത്താവളത്തിൽ വലിയ തിരക്കാണ്. അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ ശ്രീനഗർ മുതൽ ഡൽഹിയിലേക്കും ശ്രീനഗറിൽ നിന്ന് മുംബൈയിലേക്കും പ്രത്യേക സർവീസുകൾ ആരംഭിച്ചു എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. അർജുൻ, ഇനി അറിയേണ്ടത് ഇന്ത്യയുടെ നീക്കങ്ങളാണ്. ഇന്ത്യ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഉന്നതതല യോഗം അമിത്ഷായുടെ നേതൃത്വത്തിൽ ശ്രീനഗറിൽ ചേരുന്നുണ്ടായിരുന്നു അല്പസമയം മുൻപ്. പ്രധാനമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ കണ്ടിട്ടുണ്ട്. ഇന്ത്യ എങ്ങനെയാണ് ഇനി ഇന്ത്യയുടെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ തിരിച്ചടി ഉണ്ടാകണമെന്നുള്ള കാര്യം സമ്മർദ്ദം വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൽ കൃത്യമായി ഒരു തിരിച്ചടി നൽകണം എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഒരു സമ്മർദ്ദം ഇന്ത്യക്ക് മുകളിലുണ്ടായിരുന്നു. ഈ സൈനിക നടപടികൾ, സുരക്ഷാ നടപടിക്രമങ്ങളെല്ലാം തന്നെ വിലയിരുത്താൻ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഉപസമിതി യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ധാരണയുണ്ടാവുക.